ഹായ് ഓൾ, വെൽക്കം ബാക്ക് ദ വീഡിയോ. ഇന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കാറ്റഗറി നമ്പർ 282/2016 കേരള PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ ഡിസ്ട്രിബ്യൂഷൻ ഹാവിംഗ് എ റിലേറ്റീവ്ലി ഹൈ പീക്ക് ഈസ് കോൾഡ്. ഓപ്ഷൻ എ ലെപ്റ്റോകർട്ടിക്, ഓപ്ഷൻ ബി പ്ലാറ്റികർട്ടിക്, ഓപ്ഷൻ സി മെസോകർട്ടിക് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ലെപ്റ്റോകർട്ടിക് നോക്കാം. ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ പീക്ക്നെസ്സിനെയാണ്, ആക്ച്വലി അതിൻ്റെ പീക്ക്നെസ്സിനെയാണെന്ത് കുർട്ടോസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൻ്റെ അപ്പം ആ പീക്ക്നെസ് എത്രത്തോളമാണ് ഡിസ്ട്രിബ്യൂഷൻ പീക്കായിട്ടിരിക്കുന്നത് എന്നാണെന്ത് ഒരു സ്ക്യൂനെസ്സിലൂടെ റെപ്രസെൻ്റ് ചെയ്യുക. ആ സ്ക്യൂനെസ്സിനെയാണെന്ത് ലെപ്റ്റോകർട്ടിക്, മെസോകർട്ടിക്, പ്ലാറ്റികർട്ടിക് എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. നോക്കാം, അവിടെ ഒരു നോർമലി ഉള്ള ഡിസ്ട്രിബ്യൂഷനാണെന്ത് ആക്ച്വലി മെസോകർട്ടിക്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ മെസോകർട്ടിക് തന്നെയാണെന്ത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. അതാണ് ഈ ബ്ലാക്ക് ലൈനിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. നോർമലായിരിക്കും, അതിൻ്റെ പീക്ക്നെസ് എപ്പോൾ നോർമലായിരിക്കും. ഇനി അതല്ല, ആ നോർമലിനേക്കാൾ ഹൈ പീക്ക്നെസ്സിലോട്ട് പോകുമ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ എന്തായി ലെപ്റ്റോകർട്ടിക് എന്നാണ് അറിയപ്പെടുന്നത്. ദാറ്റ്സ് ബിക്കം ലെപ്റ്റോകർട്ടിക്. എന്നാൽ നോർമലിനേക്കാൾ താഴെയാണെങ്കിൽ അതാണ് പ്ലാറ്റികർട്ടിക്. പ്ലാറ്റികർട്ടിക് എന്ന് പറഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനേക്കാളും പീക്ക്നെസ് കുറവായത്. പ്ലാറ്റികർട്ടിക്, മെസോകർട്ടിക്, ലെപ്റ്റോകർട്ടിക്, ഈ മൂന്നെണ്ണം കുർട്ടോസിസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന. കുർട്ടോസിസ് മീൻസ് ദ പീക്ക്നെസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പവർ ഓഫ് എ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ്. ഓപ്ഷൻ എ കമ്മിറ്റിംഗ് എ ടൈപ്പ് 1 എറർ, ഓപ്ഷൻ ബി കമ്മിറ്റിംഗ് എ ടൈപ്പ് 2 എറർ, ഓപ്ഷൻ സി not committing a type 1 error and option D not committing a type 2 error. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, നോട്ട് കമ്മിറ്റിംഗ് എ ടൈപ്പ് 2 എറർ. ഇത്രയേ ഉള്ളൂ. പവർ ഓഫ് എ ഹൈപ്പോസിസ് അല്ലെങ്കിൽ പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് ടൈപ്പ് 2 എറർ കമ്മിറ്റ് ചെയ്യാതിരിക്കാനുള്ള സാധ്യത തന്നെയാണ്. അതായത് ടോട്ടലിൽ നിന്ന് ടോട്ടൽ ഡിസിഷനിൽ ടൈപ്പ് 2 ഡിസിഷൻ കമ്മിറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റിനെയാണ് ആക്ച്വലി പവർ ഓഫ് എ ഹൈപ്പോസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം. അപ്പോൾ നോർമലി ഡിസിഷൻസ് എന്താണ് കറക്റ്റ് ഡിസിഷനും ഉണ്ടാവും, റോങ് ഡിസിഷനും ഉണ്ടാവും അല്ലേ. ഹൈപ്പോസിസ് അക്സെപ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനും ഹൈപ്പോസിസ് റിജക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനുണ്ട്. ഓക്കെ, ഇവിടെ നോക്കാം. ഹൈപ്പോത്തിസിസ് ട്രൂ ആണ് എങ്കിൽ, അതായത് നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആണ് എങ്കിൽ H0 ഈസ് ട്രൂ ആകുന്ന സിറ്റുവേഷനിൽ ഒന്നുകിൽ കറക്റ്റ് ഡിസിഷൻ എന്താണ് വി അക്സെപ്റ്റ്. ട്രൂ ആണെങ്കിൽ നോർമലി എന്താ ചെയ്യുക, ട്രൂ ശരിയാണ്. വി ഷുഡ് അക്സെപ്റ്റ് ദ H0. ഹൈപ്പോസിസ് അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണെന്ത് കറക്റ്റ് ഡിസിഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. അതല്ല എങ്കിൽ വി മേ റിജക്റ്റ് ദ ഹൈപ്പോസിസ്. ട്രൂ ആയിട്ട് നമ്മൾ എന്താണ് റിജക്റ്റ് ചെയ്യാനും അതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതിനെയാണ് ആക്ച്വലി പറയുന്നത് ടൈപ്പ് 1 എറർ എന്നുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ റിജക്റ്റിംഗ് എ നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ ആയിട്ട് പോലും നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്താൽ ദാറ്റ് എറർ ഈസ് നോൺ ആസ് ടൈപ്പ് 1 എറർ. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് ആൽഫ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. ആൽഫ എറർ എന്നും കൂടി അത് അറിയപ്പെടുന്നുണ്ട്. ഇനി നോക്കാം. ഹൈപ്പോസിസ് ഫാൾസ് ആണ് എങ്കിൽ നമ്മുടെ നൾ ഹൈപ്പോസിസ് ഫാൾസ് ആണ്. അപ്പോൾ എന്താണ് ഒന്നെങ്കിൽ വി മേ അക്സെപ്റ്റ് ദ H0. ഹൈപ്പോസിസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അതായത് തെറ്റായ ഒരു ഹൈപ്പോസിസ് അക്സെപ്റ്റ് ചെയ്താൽ ദാറ്റ് ബിക്കം എ ടൈപ്പ് 2 എററാണ്. അതെന്തായി ടൈപ്പ് 2 എററാണ്. ദാറ്റ് മീൻസ് ബീറ്റ എറർ എന്നാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി ഹൈപ്പോസിസിൽ വരുന്ന 2 എറർ. അതിൽ ഹൈപ്പോസിസ് വെൻ വി മേ അക്സെപ്റ്റ് ദ ഹൈപ്പോസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ ഉണ്ട്, ഓർ വി മേ റിജക്റ്റ് ദ ഹൈപ്പോസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. അപ്പോൾ എന്താണ് ടൈപ്പ് 1 എററാണെന്ത് വി മേ റിജക്റ്റ് ദ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. ആയിട്ട് പോലും എന്താണ് അത് റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ടൈപ്പ് 1 എറർ എന്നും. അപ്പോൾ
അപ്പോൾ ടൈപ്പ് 2 എറർ എന്താണ്? വി മേ അക്സെപ്റ്റ് ദ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ഫാൾസ്. തെറ്റായ ഹൈപ്പോസിനെ സ്വീകരിക്കാം. അങ്ങനെ 2 രീതിയിലുള്ള ഇറേഴ്സാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഇററിൻ്റെ ബാക്കി പോർഷൻ? ദാറ്റ് മീൻസ് ടൈപ്പ് 1 ഇററിനെ ആൽഫ ഇറർ എന്നും ടൈപ്പ് 2 ഇററിനെ ബീറ്റ ഇററുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ പവർ ഓഫ് എ ടെസ്റ്റ് എന്തായിരിക്കും? ദ പവർ ഓഫ് എ ടെസ്റ്റ് മീൻസ് 1 മൈനസ് ബീറ്റ. ബീറ്റ മീൻസ് ടൈപ്പ് 2 ഇറർ വരാതിരിക്കാനുള്ള സാധ്യതയാണ് പവർ ഓഫ് എ ടെസ്റ്റ് എന്നും 1 മൈനസ് ആൽഫ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺഫിഡൻസ് ലെവലും ആയിരിക്കും. ബാക്കി പോർഷൻ 1 മൈനസ് ബീറ്റ അല്ലാത്ത ബാക്കി ഏരിയയിലാണ് പവർ ഓഫ് എ ടെസ്റ്റ് എന്നും ആൽഫ അല്ലാത്ത ബാക്കി ഏരിയ 1 മൈനസ് ആൽഫയിനെ കോൺഫിഡൻസ് ലെവലും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കറക്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി പി വാല്യൂ? പി വാല്യൂവിൻ്റെ കറക്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ അല്ലാത്തത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, ദ പി വാല്യൂ ഈസ് എ നമ്പർ ബിറ്റ്വീൻ 0 ആൻഡ് 1. 0യ്ക്കും 1നും എൻ ബിറ്റ്വീൻ ആയ ഒരു നമ്പറാണ് പി വാല്യൂ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ, എ സ്മോൾ പി വാല്യൂ ഇൻഡിക്കേറ്റ് സ്ട്രോങ് എവിഡൻസ് അഗെയിൻസ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. സ്മോൾ പി വാല്യൂ എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തസിനെ എഗെയിൻസ്റ്റ് ആയ ഒരു സ്ട്രോങ് എവിഡൻസ് ആണ്. ഓപ്ഷൻ സി, എ ലാർജ് പി വാല്യൂ ഇൻഡിക്കേറ്റ് സ്ട്രോങ് എവിഡൻസ് അഗെയിൻസ്റ്റ് എ നൾ ഹൈപ്പോത്തസിസ്. And option D, the p value very close to the cutoff are considered to be marginal and could go either way. Right answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. A large p value indicate strong evidence against the null hypothesis. അപ്പോൾ എന്താണ് ആക്ച്വലി പി വാല്യൂ? പി വാല്യൂ മീൻസ് ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ടു ദ നൾ ഹൈപ്പോത്തസിസ് ബി ട്രൂ. നൾ ഹൈപ്പോത്തസിസ് ബി ആവാനുള്ള സാധ്യത അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്രോബബിലിറ്റീനെയാണ് ആക്ച്വലി പി വാല്യൂ എന്ന് പറയുന്നത്. സോ ആ പി വാല്യൂ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദി കോൺഫിഡൻസ് ലെവൽ. 0.05 കുറവാണ് നമുക്ക് കിട്ടിയ വാല്യൂ എങ്കിൽ വി മേ റിജക്റ്റ്, നമ്മൾ റിജക്റ്റ് ചെയ്യും. അത് അക്സെപ്റ്റ് ചെയ്യുന്നപ്പോഴായിരിക്കും പി വാല്യൂ ഗ്രേറ്റർ ദാൻ 0.05 ആണെങ്കിൽ വി മേ അക്സെപ്റ്റ് ദ ഹൈപ്പോസ് അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് പി വാല്യൂവിൻ്റെ റൂൾ എന്ന് പറയുക. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഓപ്ഷൻ സി റോങ് ആവാൻ കാരണം? ഇവിടെ പറയുന്നുണ്ട് എ ലാർജ് പി വാല്യൂ എന്ന് പറഞ്ഞാൽ 0.05 നമുക്ക് എബോവ് ആണെങ്കിൽ നമ്മൾ നോർമലി എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. ലാർജ് പി വാല്യൂ ഇൻഡിക്കേറ്റ് സ്ട്രോങ് എവിഡൻസ് എഗെയിൻസ്റ്റ്, കണ്ടോ, എഗെയിൻസ്റ്റ് ദ നൾ ഹൈപ്പോസ് എന്ന്. നൾ ഹൈപ്പോസിന് എഗെയിൻസ്റ്റാണ്, നോർമലി അങ്ങനെയല്ല, നൾ ഹൈപ്പോസിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയറായി? നെക്സ്റ്റ് നോക്കാം. In a moderately symmetrical distribution, quartile deviation equal. അപ്പോൾ നോർമലി എന്താ മോഡറേറ്റ്ലി സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷന് ക്വാർട്ടൈൽ ഡീവിയേഷൻ താഴെ പറയുന്നതിൽ ഏതിന് ഈക്വൽ ആണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 0.6745 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഓപ്ഷൻ ബി 0.6745 മീൻ ഡീവിയേഷൻ, ഓപ്ഷൻ സി 0.7979 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഓപ്ഷൻ ഡി 0.7979 മീൻ ഡീവിയേഷൻ. റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. അതായത് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും? ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 0.6745 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിന് കുറച്ച് റൂൾസ് ഉണ്ട്, നോക്കാം. മീൻ ഡീവിയേഷൻ മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് മീൻ ഡീവിയേഷൻ ഷുഡ് ബി ഈക്വൽ ടു ദി 0.7979 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് 0.7979 സ്റ്റാൻഡേർഡ് ഡീവിയേഷന് ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ 4/5 സ്റ്റാൻഡേർഡ് ഡീവിയേഷന് ഈക്വൽ ആയിരിക്കും മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇനി ക്വാർട്ടൈൽ ഡീവിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ ദ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 0.6745 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് 0.6745 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വലോ അല്ലെങ്കിൽ 2/3 സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ ആയിരിക്കും. അതേപോലെ തന്നെ ക്വാർട്ടൈൽ ഡീവിയേഷനെ നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ റെപ്രസെൻറ്റ് ചെയ്യും. ദ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് 0.8459 മീൻ ഡീവിയേഷൻ ഓർ 5/6 മീൻ ഡീവിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് 5/6 മീൻ ഡീവിയേഷനും ഈക്വൽ ആവാം. ഇതൊരു റൂളാണ്, ഇത് പഠിച്ചു വെക്കുക തന്നെ വേണം.
നെക്സ്റ്റ് നോക്കാം. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ വേരിയൻസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ വേരിയൻസിൻ്റെ പ്രോപ്പർട്ടി അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ദ വേരിയൻസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ടു ചേഞ്ച് ഓഫ് ഒറിജിൻ. ഓപ്ഷൻ ബി, ദ വേരിയൻസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്കെയിൽ. ഓപ്ഷൻ സി, ദ വാല്യൂ ഓഫ് വേരിയൻസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഓപ്ഷൻ ഡി, zero variance indicate that all the values are equal in the distribution. Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ദാറ്റ് മീൻസ് ദ വേരിയൻസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്കെയിൽ എന്നാണ്. വേരിയൻസ് ചേഞ്ച് ഓഫ് സ്കെയിലിന് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന്. അത് തെറ്റാവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, when each observation is multiplied or divided by constant number, the spread of the data also ചേഞ്ചസ്. ദാറ്റ് മീൻസ് ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് പറഞ്ഞത് അല്ലേ. വേരിയൻസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്കെയിൽ. ചേഞ്ച് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഒരു പെർട്ടിക്കുലർ വാല്യൂവിനോട് കൂടി മറ്റൊരു കോൺസ്റ്റൻ്റായ ഒരു വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിന് ചേഞ്ച് വരുന്നുണ്ടോ ഇല്ലെന്ന്. അപ്പോൾ വേരിയൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, വെൻ ഈച്ച് ഒബ്സർവേഷൻ ഈസ് മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡ് ബൈ എ കോൺസ്റ്റൻറ്റ് നമ്പർ, ദ സ്പ്രെഡ് ഓഫ് ദ ഡാറ്റ ഓൾസോ ചേഞ്ചസ്. സ്പ്രെഡ് ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ ആ വേരിയൻസ് ചേഞ്ച് ചെയ്യുമെന്നാണ്. ഇൻഡിപെൻഡൻ്റ് അല്ല ഇവിടെ. ആക്ച്വലി എന്താണ്, ചേഞ്ച് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് വേരിയൻസിന് ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ചേഞ്ച് ഓഫ് സ്കെയിലിന് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് വാല്യൂ വേരിയൻസിനോടുകൂടി മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. എന്നാൽ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കി, ദ വേരിയൻസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ എന്ന്. ചേഞ്ച് ഓഫ് ഒറിജിൻ മീൻസ് ഒരു പെർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് വാല്യൂ ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്ട് ചെയ്താൽ വേരിയൻസിന് മാറ്റം ഉണ്ടാവുമല്ലോ എന്ന്. അത് ഇൻഡിപെൻഡൻ്റ് ആണ്. ആഡ് ചെയ്താലും സബ്സ്ട്രാക്ട് ചെയ്താലും എന്താണ്, ദാറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് ടു ദ വേരിയൻസ്. വേരിയൻസിന് വാല്യൂവിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷനെ കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ് താഴെ തന്നിരിക്കുന്നത്. അതിൽ കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡാറ്റ. ഓപ്ഷൻ ബി, ഫോർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽസ് മോഡ്. ഓപ്ഷൻ സി, ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് ദ ബെൽ കർവ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ് ആണ് റൈറ്റ് ആൻസർ. തന്നിരിക്കുന്ന എല്ലാം എന്താണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫീച്ചേഴ്സാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The statistical test used to determine whether two population means are different when the variances are known and the sample size is large is called. ഇവിടെ താഴെ തന്നിൽ ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. എപ്പോഴും ടു പോപ്പുലേഷൻ മീൻ ഡിഫറെൻ്റ് ആകുമ്പോഴും വേരിയൻസുകൾ അറിയുകയും അതേപോലെ സാമ്പിൾ സൈസ് ലാർജ് ആകുമ്പോഴും ഏത് ടെസ്റ്റാണ് ചെയ്യേണ്ടതെന്നാണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, കൈ സ്ക്വയർ ടെസ്റ്റ്. ഓപ്ഷൻ ബി, സെറ്റ് ടെസ്റ്റ്. ഓപ്ഷൻ സി, വൺ ടൈൽഡ് ടെസ്റ്റ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി. ഓപ്ഷൻ സി, വൺ ടൈൽഡ് ടെസ്റ്റ് എന്നാണ് PSCയുടെ ആൻസർ. ഇതല്ല ആൻസർ എന്ന് ഉള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു.